ഞാൻ കാവ്യ ശ്രീനിവാസ് ഒഫീഷ്യൽ, മെയ്ഡ് ഇൻ കുന്നംകുളം. പണ്ട് ഞാൻ പതിവായി മോഡൽ നമ്പർ പറയുമായിരുന്നു. ഇപ്പൊ ആൾക്കാർ അനാവശ്യമായിട്ട് എന്റെ വയസ്സ് കണ്ടുപിടിക്കാൻ തുടങ്ങിയതോടുകൂടെ ആ പരിപാടി ഞാൻ നിർത്തിയ വിവരം ഇവിടെ അറിയിക്കുന്നു. കഴിഞ്ഞ തവണ വന്നപ്പോ എനിക്കുണ്ടായ ചെറിയ ഒരു ദുരനുഭവം പറഞ്ഞുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. വേറൊന്നുമല്ല, കഴിഞ്ഞ തവണ ഞാൻ ഷൂട്ടിന് വന്നപ്പോ നല്ല അതികലശലായ പനിയും ജലദോഷവും മൂലമാണ് ഇവിടെ വന്ന് നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഷൂട്ട് കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് റൂമിൽ പോയി കിടന്നാൽ മതി എന്ന് മാത്രമായിരുന്നു എൻ്റെ ചിന്ത. ചെന്നു, കിടന്നു, ഉറങ്ങി. പക്ഷേ ഏകദേശം ഒരു 12:30-12:45 ഞാൻ ഞെട്ടിണീച്ചു. എനിക്ക് തന്നെ മനസ്സിലായി എനിക്ക് തീരെ വയ്യ, നല്ല വിറയലും പനിയും. കൂടെ ഒരു റൂംമേറ്റ് ഉണ്ടായിരുന്നു, അവളെ ഞാൻ വിളിച്ചു. കുറ്റം പറയരുത്, ഫസ്റ്റ് വിളിയിൽ തന്നെ അവൾ എണീച്ചു. ഇങ്ങനൊരു പോക്ക് പോയിട്ട് പിന്നെ ചവിട്ടിയിട്ടും കുത്തിയിട്ടും മാന്തിയിട്ടും അവിടെ നിന്ന് ഒരനക്കം ഉണ്ടായില്ല. ലാസ്റ്റ് കൊടുങ്ങല്ലൂരിൽ നിന്ന് എന്റെ കെട്ടിയവൻ വന്ന് എനിക്ക് മരുന്ന് തന്നു. എന്നിട്ടും കൂടെ കിടന്നവള് ഇതൊന്നും അറിഞ്ഞില്ല. അന്ന് എനിക്കൊരു സത്യം മനസ്സിലായി പിഷാരടി ചേട്ടാ. മനസ്സും ശരീരവും വിശ്രമാവസ്ഥയിലേക്ക് പോവുകയും വ്യക്തി അചേഷ്ടനാവുകയും തന്മൂലം പരിസരങ്ങളെ മറക്കുകയും ചെയ്യുന്ന പ്രക്രിയക്കാണ് ഉറക്കം എന്ന് പറയുന്നത്. എന്റെ പൊന്ന് രചനേച്ചി, സത്യം, പരമാർത്ഥം. അന്ന് അവള് കിടക്കണ കിടപ്പ് കണ്ടിട്ടുണ്ടെങ്കിലേ നമ്മുടെ CBI കുറിപ്പില് ജഗതിച്ചേട്ടൻ മോളിൽ നിറഞ്ഞ ഡമ്മിക്ക് ഉണ്ടാവും, ഇതിലും അടക്കം ഒതുക്കും. അന്ന് തന്നെ ഞാൻ എന്റെ കണ്ടന്റ് ഉറപ്പിച്ചു. ഉറക്കം നല്ല രസമുള്ള പരിപാടിയല്ലേ അല്ലെ? ഉറങ്ങാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. എന്താണ് ഉറക്കം? എന്തിനാണ് ഉറങ്ങണത്? ഉറക്കം കുറഞ്ഞ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഉറക്കം കൂടിയ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇതൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എന്നോട് വെച്ചിട്ട് കാര്യമില്ല, വല്ല ഗൂഗിളിലും പോയി സെർച്ച് ചെയ്തോ. പിന്നെ പണ്ട് തുടങ്ങിയ ആൾക്കാർ പറയും 10 പൈസയുടെ ചെലവില്ലാതെ നമുക്ക് നടത്താൻ പറ്റിയ 1-2 കാര്യങ്ങളേ ഉള്ളൂ, അതിലൊന്ന് ഉറക്കമാണെന്ന്. ശരിയല്ല. എന്താന്ന് വെച്ചാ 10 പൈസ കയ്യിൽ ഇല്ലാണ്ടായാലും 5 കാശ് കൂടുതൽ വന്നാലും ഉറക്കദേവതേന എത്ര ഉറക്കം വിളിച്ചാലും എന്റെ പൊന്നു രമേശേട്ടാ വിളി കേൾക്കൂല. പിന്നെ നമ്മളെ പോലുള്ള യൂത്തിൻ്റെയൊക്കെ രാത്രി ഉറക്കം ഉളച്ചിട്ട് നേരം വൈകി എഴുന്നേക്കുന്ന നമ്മുടെയൊക്കെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യണത് പോലും സ്നൂസിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ നിന്നായിരിക്കുള്ളൂ. അലാം അടിക്കും, സ്വാഭാവികം നമ്മളത് സ്നൂസ് ആക്കും. അപ്പൊ ഞാൻ നോക്കിയിട്ട് വേൾഡിലെ തന്നെ ദ ബെസ്റ്റ് അലാം എന്ന് പറയുന്നത് നമ്മുടെ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പോരാളി നമ്മുടെയൊക്കെ അമ്മമാര്. രാവിലെ 7 മണിക്ക് വിളിക്കുമോ എന്ന് ചോദിച്ചാ 6 മണിക്ക് വിളിച്ചിട്ട് 8 മണിയായി എന്ന് പറയും. ഇതിനാണെങ്കിൽ ആ സ്നൂസിങ് ഓപ്ഷൻ ഇല്ല. വേറെ കുറെ എക്സ്ട്രാ ഫീച്ചേഴ്സ് ഉണ്ടെന്താനും. വെള്ളം കോരി ഒഴിക്കും, പാത്രത്തിനെറിയും. എന്റെ വീട് കൊടുങ്ങല്ലൂരായോണ്ട് നൈസായിട്ട് ഭരണിപ്പാട്ടും പാടാം. എന്നിട്ട് ഇവരൊരു ഡയലോഗ് ഉണ്ട്, മടിയാണത്രേ ഉറക്കം മടിയുടെ ലക്ഷണാണെന്ന്. ശരിക്കും നമ്മളെ മടിയന്മാരാക്കിയത് ആരാണ്? ഇവരൊക്കെ തന്നെയാണ്. കുഞ്ഞുവാവേരുന്നപ്പോ പിടിച്ചു കിടത്തി അങ്ങോട്ട് ഉറക്കും. 24 മണിക്കൂർ ഉറക്കം. ഒന്ന് കണ്ടം തിരുമ്പി എണീച്ച് വരുമ്പത്തേനും പിന്നെയും പാപ്പം തന്നു കിടത്തി ഉറക്കും. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എന്റെ അമ്മ ഇല്ലാത്ത പാട്ടുപാടി പോലും എന്നെ ഉറക്കിയിട്ടുണ്ട്. സുക്കൂടു സുക്കൂടു സുർക്കൂടൂടൂടൂന്ന്. ഈ സുക്കൂട് എന്താണെന്ന് എന്റെ അമ്മക്ക് ഇപ്പോഴും അറിയില്ല. ഞാനോ കേട്ട് എന്റെ മക്കൾക്കും ഇപ്പൊ ഇത് തന്നെയാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. ഉറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയാണ്. രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുട്ടാണ്. ഇരുട്ടൊന്നും എനിക്ക് പേടിയില്ല, ഞാൻ ഭയങ്കര ധൈര്യശാലിയാണെന്ന് പറയുമെങ്കിലും രാത്രി ലൈറ്റ് ഇട്ട് കിടക്കണവരാണ് ഇവിടെ ഇരിക്കണേൽ പകുതി എന്ന് എനിക്കറിയാം. ഏറ്റില്ല. നല്ല റിയാക്ഷൻ. കാലഘട്ടത്തിനനുസരിച്ചിട്ട് ഉറക്കത്തിന്റെ രീതികൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പിന്നെ ഉറക്കത്തിന്റെ രാത്രികൾ എന്ന് പറയുന്നത് ഉറക്കം ഇല്ലാത്ത രാത്രിയുണ്ട്, ഉറക്കം ഉള്ള രാത്രിയുണ്ട്. ഉറക്കം ഉള്ള രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഉറങ്ങണ ദിവസം ഉറക്കമുള്ള രാത്രി. പിന്നെ ഉറക്കം ഇല്ലാത്ത രാത്രി. ഉറക്കം ഇല്ലാത്ത രാത്രി എന്ന് പറയുന്നത് യുവജനോത്സവത്തിന്റെ തലേന്ന് ഉറക്കം വരില്ല, ഓണം സെലിബ്രേഷന്റെ തലേന്ന് ഉറക്കം വരില്ല, ടൂർ പോണ ദിവസം ഉറക്കം വരില്ല. എന്റെ കാര്യത്തിൽ എക്സാമിന്റെ തലേന്ന് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. റിസൾട്ട് വരുന്നതിന്റെ തലേ ദിവസം എനിക്കും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷെ റിസൾട്ട് വരുന്ന അന്ന് രാത്രി എന്റെ കുഴപ്പമല്ല, ആ പറട്ട പെണ്ണുമ്പുള്ള എന്നെ കിടത്തി ഉറക്കാറില്ല. അതായത് എന്റെ അമ്മ.